ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിൽഡർ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് എൻ്റെ വീട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റത്തെയാണ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് നമ്മൾ സാധാരണ എല്ലായിടത്തും കണ്ടുവരുന്നത് ഈവൻ നമ്മുടെ സിമെൻറ്റിൻ്റെ ഒരു ക്യൂബ് പോലത്തെ ഒരു പിറ്റ്, അത് നമുക്ക് ഈ പറയുന്ന കാസ്റ്റിംഗ് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആണ് ആ സാധനം. അത് വാങ്ങിയിട്ട് അതിനകത്തേക്ക് പൂഴിയും അതുപോലെ ബേബി മെറ്റൽ കരിയൊക്കെ നിറച്ചിട്ട് അതിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ റൂഫ് ടോപ്പിൽ നിന്ന് വരുന്ന വെള്ളം അതിലേക്ക് കണക്ട് ചെയ്യും. പിന്നെ അതിങ്ങനെ നമ്മുടെ അതിൽ ഫിൽറ്റർ നോർമൽ നമ്മുടെ ഭൂമിയിലേക്ക് നടക്കുന്ന അതേ സെയിം ഫിൽട്രേഷൻ സിസ്റ്റം ചെയ്തിട്ട് അത് നേരെ നമ്മുടെ കിണറ്റിലേക്ക് ഇടുന്നൊരു സിസ്റ്റമാണ് പൊതുവേ കണ്ടുവരുന്നത്. എൻ്റെ വീടിൻ്റെ ബാക്ക് വശത്ത് ആ സ്പേസ് കൂടുതൽ അത് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി എന്താ പറയുക സ്പേസ് കൺസ്യൂം ചെയ്യാത്ത വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു മെത്തേഡ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് റെയിനി എന്ന് പറയുന്ന കമ്പനിയുടെ ഈ ഒരു കാണുന്ന ഈ ഒരു പ്രൊഡക്റ്റാണ്. വളരെ സിമ്പിളാണ്, നമ്മുടെ സ്പേസ് ഒന്നും അധികം കൺസ്യൂം ചെയ്യാത്ത രീതിയിലാണ് ഇത് ഇൻസ്റ്റലേഷൻ. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ ചുമരിലേക്ക് ബോൾട്ട് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ രണ്ട് ക്ലാമ്പിൻ്റെ മേലെയാണ് നിൽക്കുന്നത്. ഇതിങ്ങനെ ബോൾട്ട് ഓൺ ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള സിസ്റ്റം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കംപ്ലീറ്റ് പൈപ്പ് ഇങ്ങനെയാണ് ഇറക്കിയിരിക്കുന്നത്. അതിൽ കറക്റ്റ് വളരെ സിമ്പിളായിട്ടും വളരെ എന്താ പറയുക നമുക്കൊരു സ്പേസ് കൺസ്യൂം ചെയ്യുന്ന പോലെ എന്നാൽ വൃത്തിക്ക് നമുക്ക് നമ്മുടെ ചുമരിൽ തന്നെ ബോൾട്ട് ഓൺ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സെറ്റപ്പ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് ഞാനൊന്ന് സിമ്പിളായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന ഈ ഒരു ലൈൻ ഇതാണ് ഇൻലെറ്റ്, വെള്ളം വരുന്ന ലൈന്. ഈ കാണുന്ന ഇത് ആക്ച്വലി രണ്ട് ലൈൻ പോകുന്നുണ്ട്. അതിലെങ്ങനെയാ വെച്ചാൽ ഈ ഒരു ലൈൻ ബേസിക്കലി ഫിൽറ്ററാണ്. അതായത് നമ്മുടെ ഈ വെള്ളം മഴ പെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വരുന്ന വെള്ളം ഫിൽറ്ററായിട്ട് അതിൽ മോശം വെള്ളം പോകുന്നത്, അതായത് ആദ്യത്തെ ഏകദേശം ഒരു മണിക്കൂറോളം വളരെ ഇതിലൂടെ ഒരു 90% വെള്ളം നമ്മുടെ പുറത്തേക്ക് പോകും. അതായത് ഔട്ട്സൈഡിലേക്ക് പോകും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൂടെ വരുന്ന പൊടി മറ്റ് പടലങ്ങളൊക്കെ ഫിൽറ്ററായിട്ട് പോകും. ഈ ഒരു ലൈൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആദ്യത്തെ ഒരു മണിക്കൂറിൽ 10% വെള്ളമാണ് ഈ പൈപ്പിലൂടെ പോകുക. ഈ പൈപ്പ് പോകുന്നത് നേരെ കിണറ്റിലേക്കാണ്. അപ്പോൾ ഒരു മണിക്കൂർ ഏകദേശം ഏകദേശം അപ്രോക്സിമേറ്റ് ടൈം പറഞ്ഞാൽ ഒരു മണിക്കൂർ. ആ ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലൂടെ 10% വെള്ളം, അതായത് വേസ്റ്റേജ് വളരെ കുറവും 90% വെള്ളം നമ്മളെ കിണറ്റിലേക്ക് പോകും. ഈ ഒരു സിസ്റ്റമാണ് ഇതിൻ്റെ. വെരി സിമ്പിളാണ്. ഇത് ഇൻലെറ്റ്, ഇത് ഔട്ട്ലെറ്റ്. അതിൽ ഒന്ന് വേസ്റ്റ് വാട്ടർ പുറത്തേക്ക് പോകാനും ഒന്ന് നമ്മളെ കിണറ്റിലേക്ക് പോകാനും ആണ്. ഞാൻ നിങ്ങളെ ഇതിൻ്റെ അകം ഒന്ന് കാണിച്ചു തരാം. ഇത് വർക്ക് ചെയ്യുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് വെള്ളം വന്ന് വീഴുന്നു, അതിങ്ങനെ വാളുകളിൽ പോയി അടിച്ചിട്ട് ഫിൽറ്ററായി പോകുന്നൊരു സിസ്റ്റമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. അപ്പം ഇതിങ്ങനെ നമ്മുടെ തുറന്നതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. ഈ ഒരു കാണുന്ന ഇതാണ് ഇതിൻ്റെ ഫിൽറ്ററിങ് സിസ്റ്റം. സോ ഈ ഒരു ഏരിയയിലൂടെയാണ് വെള്ളം വരുന്നത്. ഈ ഒരു വെള്ളം വന്നിട്ട് അതിങ്ങനെ റൗണ്ടായി ഈ പറഞ്ഞ ഫിൽറ്ററിലേക്ക് അടിച്ചിട്ട് അത് ഫിൽറ്ററായിട്ടാണ് വെള്ളം പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫിൽറ്റർ ഞാൻ നിങ്ങളൊന്ന് എടുത്ത് കാണിച്ചു തരാം. സോ ഇതാണ് ഇതിൻ്റെ ഫിൽട്രേഷൻ സിസ്റ്റം. സോ സിമ്പിൾ മെക്കാനിസമാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ അരിയൊക്കെ പൊടിക്കുന്ന മില്ലിൽ പോയി കഴിഞ്ഞാൽ അരിയൊക്കെ പൊടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അതേ സിമിലർ ടൈപ്പ് ഫിൽറ്ററാണ്. അതേ വളരെ ചെറിയ ദ്വാരങ്ങളാണ്. അപ്പോൾ ഇതിൽ വന്ന് വെള്ളം ശക്തമായി അടിച്ചിട്ട് അത് ഫിൽറ്ററായി പോകുന്നൊരു സിസ്റ്റമാണ് ഇതിനുള്ളത്. വെള്ളം ഈ പറയുന്ന ഈ ഒരു പൈപ്പ് നിങ്ങൾക്ക് മേലേക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന റൂഫ് ടോപ്പിൽ ഞാൻ ഇതേപോലെ എല്ലാ പൈപ്പും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പൈപ്പ് നേരെ ഈ പറയുന്ന ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നിട്ട് ഇതിനകത്ത് ഫിൽറ്ററായിട്ട് നമുക്ക് കിണറ്റിലേക്കും അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ പുറത്തേക്കും പോകുന്ന രീതിയാണുള്ളത്. അപ്പം ഈ കാണുന്ന ഈ ഒരു പൈപ്പ് ഞാൻ നമ്മുടെ ഇൻ്റർലോക്കിലൂടെ നേരെ ചെന്നിട്ട് നമ്മൾ അടിയിലൂടെ ഇട്ടിട്ട് നേരെ നമ്മുടെ കിണറ്റിലേക്കാണ് ഇട്ടിരിക്കുന്നത്. ഫിൽറ്ററിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഇനിയുള്ള കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാണ്ടി പോകുന്നത് വെള്ളം എന്ന് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അപ്പോൾ പരമാവധി നമുക്ക് എവിടെയൊക്കെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാമെന്നുള്ളതാണ് നമുക്ക് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ കണ്ട പ്രോസസ്സിൽ നമുക്ക് വേസ്റ്റ് വാട്ടർ പോകുന്നൊരു ലൈൻ ഉണ്ട്. വേസ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ അത് മോശം വെള്ളം എന്നല്ല, ഈ റൂഫ് ടോപ്പിലുള്ള പൊടി മറ്റ് കാര്യങ്ങളൊക്കെ ഫിൽറ്ററായി പോകുന്നത്. അപ്പോൾ ഞാൻ ആ വെള്ളം ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിന് ചുറ്റും ഒരു ചേമ്പർ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പോകുന്ന വേസ്റ്റ് വാട്ടർ ഒരു ചേമ്പറിലേക്ക് പോയിട്ട് ആ ചേമ്പറിന് നമ്മുടെ വീടിൻ്റെ ഏകദേശം ഫ്രണ്ടേജ് ആയിട്ട് ഞാൻ ഏകദേശം ഒരു 4500 ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടാങ്ക് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടാങ്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ടാങ്കിൽ ഏകദേശം 4500 മേലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ വെള്ളം ഡ്രെയിനേജിലേക്ക് എക്സിറ്റ് ആയി പോകുന്ന രീതിയിലൊരു സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ഫസ്റ്റ് ചേമ്പർ വരുന്നത്, അപ്പം ഞാൻ ഈ ചേമ്പർ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. അപ്പം ഈ ചേമ്പറിൽ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡ് കാണാൻ പറ്റും. ഈ കാണുന്ന ഈ ഒരു ഏരിയയിലൂടെയാണ് നമ്മുടെ ഈ ഫിൽറ്റർ ചെയ്തിട്ട് വരുന്ന വേസ്റ്റ് വാട്ടർ വരിക, ഡസ്റ്റ് കലർന്നിട്ടുള്ള വെള്ളം വരുന്നത് ഈ ഒരു ഇൻലെറ്റിലൂടെയാണ്. എന്നിട്ട് ഈ ഒരു കാണുന്നൊരു ഔട്ട്ലെറ്റിലൂടെ ഇതങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്കുള്ള ടാങ്കിലേക്ക് പോകും.
ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചേമ്പർ വരുന്നത്. അതുപോലെ നമുക്ക് ഏകദേശം ഇനിയും ഒരു 3ഓളം ചേമ്പറുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ചേമ്പർ. അങ്ങനെ 4-5ഓളം ചേമ്പറുകളുണ്ട്. അപ്പോൾ ഈ ഒരു കാണുന്നത് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ചേമ്പറാണ്. അപ്പോൾ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ടോപ്പിൽ നിന്ന് വരുന്ന ഫ്രണ്ടിലെ ഈ 2 ഭാഗം ഞാൻ ഫിൽറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല. അത് ഡയറക്റ്റ് നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് വന്ന് വീഴുക ചെയ്യാം. എന്നിട്ട് അത് നേരെ നമ്മുടെ ആ കാണുന്ന ടാങ്കിലേക്ക് പോവുകയാണ് ചെയ്യാം. ഈ ഒരു കാണുന്ന ഈ ഒരു ടാങ്ക് നമ്മുടെ ഗാർഡൻ്റെ അകത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാണുന്ന ഇതിലേക്ക് വന്നിട്ട് നിറയായി ആ ഒരു കാണുന്ന പിന്നെ ഔട്ട്ലെറ്റൂടെ വന്നിട്ട് വെള്ളം ഇതിൽ നിറയും. ഇതിലിപ്പോൾ ഏകദേശം 4000 ലിറ്ററോളം വെള്ളം ഇപ്പം നിലവിൽ ഇതിനകത്തുണ്ട്. പിന്നെ ഓവർഫ്ലോ ആയി വരുന്ന വെള്ളം ആ ഒരു പൈപ്പിലൂടെ നമ്മുടെ റോട്ടിലേക്കുള്ള നമ്മൾ ഡ്രെയിനേജിലേക്ക് പോവുക ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഈ റെയിനി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.